ഇതൊരു പേഴ്സണൽ ചോദ്യമാണ്. മരണത്തിന്റെ ഗന്ധം എന്താണ്? ഓരോരുത്തർക്കും വ്യത്യസ്തമാണെന്ന് തോന്നും. ചിലർക്കത് രക്തക്കറകളുടെ മണമാണെങ്കിൽ മറ്റു ചിലർക്ക് ചന്ദനത്തിരികളുടേതാണ്. ഒട്ടനവധി പേർക്കത് പഴുത്ത വ്രണങ്ങളുടെ മണമാവാം. എന്നെ സംബന്ധിച്ചിട്ട് മരണത്തിന്റെ ഗന്ധം എന്ന ചോദ്യത്തിന് ഉത്തരം, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തോട് മുഖമമർത്തി ഞാൻ കരഞ്ഞു. അന്ന് ആ ശരീരത്തിൽ നിന്ന് ഉയർന്ന കടുത്ത വിയർപ്പിന്റെ ഗന്ധമാണ് എന്നെ സംബന്ധിച്ചിട്ട് മരണത്തിന്റെ ഗന്ധം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും മരണം എന്ന് പറയുന്ന ആ സത്യത്തെ നേരിടേണ്ട ഒരു ദിവസം വരുമല്ലേ? അന്ന് ആ മരണവുമായി സംസാരിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും സാധ്യമാണോ? കഥയിലെങ്കിലും അത് സാധ്യമാണല്ലേ? ജീവിതത്തിനും മരണത്തിനും ഇടയിലെ ഭ്രമാത്മകമായ ഒരു അവസ്ഥയിലേക്ക് വായനക്കാരനെ കൂട്ടിക്കൊണ്ടുപോകുന്ന കഥയാണ് മാധവിക്കുട്ടിയുടെ പക്ഷിയുടെ മണം. നമ്മെ വിഭ്രാന്താവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു പ്രമേയ പരിസരം. ആ അവസ്ഥകളോട് പൊരുത്തപ്പെടാതെ അത് മിഥ്യയാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പോലും ആവാതെ പകച്ചു നിൽക്കുന്ന കേന്ദ്ര കഥാപാത്രവും അതിനോടൊപ്പം വായനക്കാരനും. ഒരു മാജിക്കൽ റിയലിസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ളൊരു കഥയാണ് ഈ പക്ഷിയുടെ മണം എന്ന്. മരണത്തിൽ ഇത്രയേറെ സ്വാതന്ത്ര്യവും സൗന്ദര്യവും ഉണ്ടെന്ന തിരിച്ചറിവിൽ വായനക്കാരൻ കഥ വായിച്ച് അവസാനിക്കുമ്പോൾ മാധവിക്കുട്ടിയുടെ മറ്റൊരു സിഗ്നേച്ചർ കഥയായി നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നു പക്ഷിയുടെ മണം.